ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയേറ്റിൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ ക്രിയേറ്റിൻ കഴിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തൊരു 3 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ക്രിയേറ്റിൻ. അപ്പോൾ നമുക്ക് ക്രിയേറ്റിനിൽ നമ്മൾ ഡെയിലി വർക്കൗട്ടിന് മുന്നെയോ വർക്കൗട്ടിന് ശേഷമോ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ക്രിയേറ്റിൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും സൈഡ് എഫക്റ്റുകളും രണ്ട് പ്രശ്നമില്ല. ആ കാര്യത്തിന് ഒരു എഫക്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ സൈഡ് എഫക്റ്റ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ അതിന് കിട്ടുന്ന എഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രോങ് ആവും. അത് നല്ല ഒരു ഹെവി സ്ട്രോങ് മസിൽസായിട്ട് വരും. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടി ജിമ്മിൽ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഫാസ്റ്റ് റിക്കവറി നടക്കും. മസിൽസിന് നല്ല റിക്കവറി കിട്ടും. പെട്ടെന്ന് നമ്മൾ ഹെവി വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിക്കവറി ചെയ്യുന്നത് ഫാസ്റ്റായി നടക്കും. പിന്നെ നമ്മുടെ ശരീരത്തിലെ വാട്ടറിന് നല്ല ഹോൾഡ് ചെയ്യും. മസിൽസിലൊക്കെ നല്ല ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളെ മസിൽസിനൊക്കെ നല്ലൊരു സൈസൊക്കെ തോന്നിക്കും. വലിപ്പം കാര്യങ്ങളൊക്കെ മസിൽസിന് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമുക്ക് വരുന്ന വെള്ളം നല്ലോണം കുടിക്കണം. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം നല്ലോണം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മസിൽസിലോട്ടൊക്കെ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ നല്ല വാട്ടർ ആയിക്കഴിഞ്ഞാൽ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത്ത് കിട്ടും. വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല ഹെവി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല മസിൽസ് ബൂസ്റ്റായി കിട്ടും, പമ്പിങ് ആയി കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ ഇത് കംപ്ലീറ്റ് മസിൽസിൽ വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അതിനാണ് ചുരുങ്ങിയത് 2 ലിറ്റർ 3 ലിറ്റർ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. എത്രത്തോളം വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ അത്രയും നമ്മുടെ മസിൽസിന് അതിൻ്റെ എഫക്റ്റ് വരും. കാരണം ഇത് മസിൽസ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയും. അപ്പോൾ മസിൽ ക്രാമ്പിങ്, മസിൽ ക്യാച്ച്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. വയറുവേദന, ചിലർക്ക് ലൂസ് മോഷൻ, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. ഇതിനൊക്കെ മെയിനായിട്ട് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇവർക്കൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, തകരാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം പോയി ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ സാധനം കുടിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇത് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കൂടെ നമുക്ക് മാസ് ഗെയിനർ, അതേപോലെ തന്നെ നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്യാം. മാസ് ഗെയിനറോ വേ പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റേതായിട്ട് റിസൾട്ട് അതിൽ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ടും നമുക്ക് ജസ്റ്റ് ഒരു 3-4 മാസം നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ നല്ല ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതും പോരാ എന്നുണ്ടെങ്കിലാണ് പിന്നെ നമ്മൾ അടുത്ത വഴിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അതിലും നമ്മൾ തൃപ്തരല്ല, നമുക്ക് ഇതും പോരാ, ഇനിയും കുറച്ചും കൂടി ഡെവലപ്പ് ആവണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്ത ഓപ്ഷനിലോട്ട് പോകാൻ പാടുള്ളൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാവരുടെയും ബിഗിനേഴ്സിൻ്റെ ഒക്കെ തുടക്കം എന്നുള്ളത് ഞാൻ പറഞ്ഞ ഇതിലാണ്, ക്രിയേറ്റിനിലാണ്. അതിൽ സ്റ്റിറോയിഡ് കണ്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്നല്ല. പിന്നീട് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനമാണ് ഡൈനാബോൾ, ഡീബോൾ, അങ്ങനെ പല പേരിൽ ഈ സാധനം ഒരു ടാബ്ലറ്റാണ്. അതൊരു വിധം നമുക്ക് മസിൽസ് ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പാക്കുന്നൊരു നല്ല ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ അതെന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രിയേറ്റീവിൽ നമ്മൾ എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാം. ക്രിയേറ്റീവ് കുടിച്ചിട്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. സിമ്പിൾ കാര്യങ്ങളാണ്, ഒരു പ്രശ്നം അതിൽ വരാൻ പോകുന്നില്ല. അതിൽ പിന്നെ വെള്ളമടിക്കുന്ന സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന അത്ര ഡേഞ്ചറൊന്നും നമുക്ക് ക്രിയേറ്റീവ് ഉപയോഗിച്ചാൽ വരില്ല. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കിഡ്നിയോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ഡോക്ടറെ അടുത്ത് ചോദിച്ച് അതിനനുസരിച്ചിട്ട് മാത്രം കഴിക്കാം. പിന്നെ അത് കഴിക്കേണ്ട ഡോസുകൾ, അത് ഓരോ കമ്പനി ബ്രാൻഡിലും അതിൻ്റേതായ ഡോസ് യൂസേജ് ഉണ്ടാവും. അത് മാത്രം ഫോളോ ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് കുറേ വാരി വലിച്ച് കഴിക്കാനും പാടില്ല. അപ്പോൾ എല്ലാത്തിനും ഓരോരോ കണക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ. സൈഡ് എഫക്റ്റ് ഞാൻ പറഞ്ഞില്ല, വയറുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ശരീരഭാരം കൂടും, നല്ല വെയിറ്റ് കൂടും. കാരണം വാട്ടർ ഇതിനോട്ടിൽ എടുക്കുമ്പോൾ ബോഡി വെയിറ്റ് കൂടും. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ മെലിഞ്ഞ ആളുകൾക്ക് ഇത് യൂസ്ഫുള്ളാണ്. ഹെൽത്തൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കെൽറ്റായിട്ടുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്രിയേറ്റിൻ എന്ന സാധനം യൂസ് ചെയ്ത് നമുക്ക് തുടങ്ങാം. ഓക്കെ.